ഈ വീഡിയോയിൽ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. പാകിസ്ഥാൻ അവർക്ക് എവിടെയും സുരക്ഷയില്ല എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഗ്ലോബലി ഉണ്ടെന്നല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇന്ത്യൻ മിസൈലുകളായിക്കോട്ടെ, ഇന്ത്യക്കുള്ളിൽ ഇന്ത്യ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആയുധങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ വളരെ നിസ്സാരത്തിൽ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യൻ സെറ്റപ്പ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിൽ അവർ അഗ്നി 5 മിസൈലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബങ്കർ ബസ്റ്ററിന്റെ കപ്പാസിറ്റിയെ കുറിച്ചും ഇതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ നമ്മൾ സീക്രട്ട് ആയിട്ട് പല സംഭവങ്ങളും വെച്ചിട്ടുണ്ടാവും. അത് ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പുറത്തു വരും. പ്രിന്റ് മീഡിയയിൽ പുറത്തു വരുന്ന സ്ഥിതിക്ക് പിന്നെ നമുക്കത് പറയാം ധൈര്യമായിട്ടും. ഇന്ത്യയുടെ ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ 80 മുതൽ 100 മീറ്റർ ഡെപ്ത് വരെ പോയി ബ്ലാസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബങ്കർ ബസ്റ്ററാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. S7-500 എന്നാണ് അതിനെ വിളിക്കുന്നത്. ഏതാണ്ട് 7500 കിലോ ഭാരം വരും ഇതിന്. അപ്പൊ പാകിസ്ഥാൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു മിസൈൽ, ഈ ബങ്കർ ബസ്റ്റർ മിസൈൽ അവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. 80 മുതൽ 100 കിലോമീറ്റർ ഡീപ്പിൽ പെനിട്രേറ്റ് ചെയ്ത് പോയി പൊട്ടിത്തെറിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ബങ്കർ ബസ്റ്ററാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. അതുപോലെ തുർക്കി ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് വിജയകരമായിട്ട്. 2500 കിലോ ഭാരം വരുന്ന ഹൈപ്പർസോണിക് മിസൈലാണത്. തുർക്കിയുടെ ഹൈപ്പർസോണിക് മിസൈലിന്റെ ഈ ഒരു പരീക്ഷണ വിജയത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, തുർക്കി പാകിസ്ഥാന്റെ വളരെ അടുത്ത സുഹൃത്താണ്. പാകിസ്ഥാൻ എന്ത് ചോദിച്ചാലും ചങ്ക് വരച്ചു കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന തയ്യബ് എർദോഗന്റെ നാടാണ് തുർക്കി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുർക്കിയുടെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു പോയത്. ഇന്നലെയാണ് തുർക്കി വിജയകരമായിട്ട് ഈ ഒരു പരീക്ഷണം നടത്തി പൂർത്തിയാക്കിയത്, ഹൈപ്പർസോണിക് മിസൈൽ. ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ നിർണായകമായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതിൽ വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടുണ്ടായ ഒരു ഡെവലപ്മെന്റ് നോക്കാം. ഈ പോസിറ്റീവായിട്ടുണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ കൊടുക്കാനും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ട്രാവലിംഗ് ഈസി ആക്കാനുമുള്ള ആ ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യക്കുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, വിസ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് പണിയെടുക്കുകയും ചെയ്യാം. അതാണ് ഇപ്പൊ നിലവിലെ ഇന്ത്യ ചൈന രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായ നിർണായക ഡെവലപ്മെന്റ്. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഷീ ജിൻപിങ്ങുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു വിഷയത്തിന് തീരുമാനമുണ്ടായത്. ചൈന തന്നെയാണ് മുൻകൈയെടുത്ത് ഇന്ത്യയെ അപ്രിഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇന്ത്യ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ വിഷയമാണ്. ഇതെല്ലാം തന്നെ റയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ റയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യമുള്ള പല ബിസിനസ് കമ്പനികളും ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുമോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. കാരണം ലക്ഷങ്ങളും കോടികളും മുടക്കിയുള്ള ബിസിനസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഫീൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് നീക്കുന്നത്. വരുന്ന ജൂലൈ 24-ാം തീയതി, അതായത് ഇന്ന് മുതൽ ചൈനീസ് സിറ്റിസൺസിന് ഇന്ത്യയിൽ വിസ കിട്ടും, ടൂറിസ്റ്റ് വിസ. ഇന്ത്യയിലെ PTC ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ടൈറ്റാനിയം പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. കേരളത്തിലും ടൈറ്റാനിയം പ്ലാന്റ് ഉണ്ട്. ഈ ടൈറ്റാനിയം എന്ന് പറയുമ്പോഴത്തേക്കും പല സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ്, ഫോർ എക്സാമ്പിൾ ISROയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ എയറോസ്പേസിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകളൊക്കെ, കുറച്ച് ഹാർഡ് മെറ്റൽ വേണം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ ടൈറ്റാനിയത്തിലാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. അപ്പൊ അതുപോലെ ഇത് സൂപ്പർ അലോയ് പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് സൂപ്പർ അലോയിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ്. ഇത് പ്രത്യേകിച്ച് എയറോസ്പേസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഇപ്പൊ നിലവിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ടൈറ്റാനിയം പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട്. സഫ്രാൻ അതുപോലെ തന്നെ ഡസാൾട്ട് ഈ കമ്പനികളുടെ കോൺട്രാക്ട് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഫ്രാന്റെ ഫ്രാൻസിന്റെ കമ്പനി ഇന്ത്യക്കുള്ളിൽ അവര് എഞ്ചിൻ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഈ രീതിയിലുള്ള, അതായത് ഇതൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനി ഇന്ത്യക്കുള്ളിൽ വരുമ്പോഴത്തേക്കും അതിനെ പിന്തുടർന്ന് അതിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റുള്ള ഇതര കമ്പനികളും കൂടി വരും. അതാണ് ഇതിന്റെയൊക്കെ ഒരു ഗുണം. അങ്ങനെ ഒരു ഫ്രാൻസിന്റെ സാഫ്രാൻ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി ഇന്ത്യക്കുള്ളിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാന്റും കൂടി ഇവിടെ സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് എല്ലാം തന്നെ പോസിറ്റീവാണ്. വർദ്ധിച്ചു വരുന്ന എയറോസ്പേസ് സ്പെയർ പാർട്സുകളുടെ ആ ഒരു നീഡ് അത് ഗ്ലോബലി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അതുപോലെ ഡൈനമിക് ടെക്നോളജീസ്, അതേപോലെ മഹീന്ദ്ര, ഈ രണ്ട് കമ്പനികളും കൂടി ഈ ഡസാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടും ഈ സഫ്രാൻ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. അതായത് ഇവരും കൂടി സ്പെയർ പാർട്സ് സപ്ലൈസ് നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ഒരു കമ്പനി മാത്രമല്ല, ഇനിയും പല കമ്പനികൾ ഈ ഒരു പ്രോജക്റ്റിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പൊ ഈ ഡൈനമിക് ടെക്നോളജീസ് അവരെന്താണ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അവര് ഫ്യൂവൽ ടാങ്ക് സപ്ലൈ ചെയ്യാൻ പോവാണ് അവര്. മഹീന്ദ്ര ശരിക്കും
ഈ ഡസാൾട്ടിന്റെ 6 സീറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ജെറ്റിന് വേണ്ടിയിട്ടുള്ള സീറ്റ് കംപ്ലീറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് മഹീന്ദ്ര ഏറ്റെടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്ന പ്രോജക്റ്റുകളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈം മിനിസ്റ്റർ മോദി UK എത്തിയിട്ടുണ്ട്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സംസാരിച്ച് തീർത്തിട്ടുണ്ട്. 99% ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്കും ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും UK, 0 ഡ്യൂട്ടി. അതാണ് ഇപ്പൊ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ഫൈനൽ ഡിസിഷൻ. ഇതിനു മുമ്പ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് കുറച്ചുകൂടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ എത്തിച്ച ചർച്ചകൾ എന്ന് പറഞ്ഞാൽ UK പ്രൈം മിനിസ്റ്ററായിട്ട് ഋഷി സുനക് ഇരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. പിന്നെ ഋഷി സുനക് ഒരു ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അതുപോലെ തന്നെ ഋഷി സുനക്കിനും ഇതിലൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ഈ ബ്രിട്ടീഷുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു വൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വിഷയം മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയുമായിട്ട് കരാർ വെക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് UK പാർലമെന്റിൽ ചർച്ച നടത്തിയാലും അതിന്റെ മുകളിൽ മാധ്യമ പ്രൊപ്പഗണ്ട, ലെഫ്റ്റ് ലിബറൽ മീഡിയ ഇതെല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ഫ്രീ ഹാൻഡോട് കൂടി ഋഷി സുനക്കിന് ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടത്താൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പൊ ഇരിക്കുന്ന കീർ സ്റ്റാർമർക്ക് അത് സാധിക്കും. കാരണം ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ കീർ സ്റ്റാർമറിന് മാറിത്തീരും. കാരണം കീർ സ്റ്റാർമർ ആണെങ്കിൽ പല രീതിയിലുള്ള അലിഗേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് UK. കോടതി വരെ പറഞ്ഞിട്ടുണ്ട് റിസൈൻ ചെയ്തു പോകുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കീർ സ്റ്റാർമർ. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ഒരു വിസിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം റെഡിയാക്കി വരുന്ന ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഇതെല്ലാം തന്നെ കീർ സ്റ്റാർമറിന് ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സാധ്യമാകുമെന്ന് തന്നെയാണ് മാക്സിമം വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ മാരിടൈം സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മാരിടൈം കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ജപ്പാന്റെ വെസൽസും അതുപോലെ ഇന്ത്യയുടെ സെക്യൂരിറ്റി വെസൽസ് ഒക്കെ ജപ്പാൻ ബോർഡർ ഒക്കെ സന്ദർശിച്ച് വരുന്നതായിരിക്കും. അപ്പൊ ഫ്രീക്വന്റ് വിസിറ്റ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 25-26 ദിവസങ്ങളിൽ പ്രൈം മിനിസ്റ്റർ മോദി മാൽഡീവ്സിൽ ഉണ്ടാവുന്നതാണ്. മാൽഡീവ്സിൽ അതിനെക്കുറിച്ചുള്ള പ്രീ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓപ്പോസിറ്റ് ലീഡർ വരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നിരുന്ന സമയങ്ങളിൽ പ്രൈം മിനിസ്റ്റർ മോദി ആ ഒരു ടൈംലി ഹെൽപ്പ് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അപ്രീസിയേഷൻ നോട്ടൊക്കെ എക്സ് മാൽഡീവിയൻ പ്രസിഡന്റുമായിട്ടുള്ള നഷീദ് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് മൊയ്സുവും പ്രൈം മിനിസ്റ്ററിനെ വളരെ ആകാംക്ഷയോട് തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ആദ്യമായിട്ട് മാൽഡീവ്സ് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് മാൽഡീവ്സിന് പറയാനുള്ള വിഷയങ്ങൾ അജണ്ടയിൽ വെച്ചിരിക്കുന്നത് ബൈലേറ്ററൽ എഗ്രിമെന്റ്സിനെ കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ ടൂറിസം, പിന്നെ എക്കണോമിക് കോഓപ്പറേഷൻ, ഇതൊക്കെയാണ് ഇവിടെ ചർച്ചയാകുന്ന വിഷയങ്ങൾ. നമുക്ക് ഇവിടെ എക്കണോമിക് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈലേറ്ററൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൽഡീവ്സിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ കുറവാണ്, തുച്ഛമായ സാധനങ്ങൾ. പക്ഷെ അതേസമയം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനുള്ളത് അവർക്ക് ഇന്ത്യയിൽ നിന്നും ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിലവിൽ തന്നെ നമ്മൾ ഒരുപാട് ലൈൻ ഓഫ് ക്രെഡിറ്റ് മാൽഡീവ്സിന് കൊടുത്തിട്ടുണ്ട്. ഇത്തവണയും തീർച്ചയായിട്ടും ഏതെങ്കിലും ലൈൻ ഓഫ് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മാൽഡീവ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടക്കച്ചവടം തന്നെയാണ്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽ രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ ആരടുത്തും അങ്ങനെ ചൈനയെ പോലെ അങ്ങനെ സ്ഥലവും സ്ഥാപനജംഗം വസ്തുക്കളൊന്നും എഴുതി മേടിക്കാറില്ല. അത് അന്നോട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ആ പോളിസിയിൽ ഏത് പാർട്ടി സെൻട്രലിൽ ഭരിച്ചാലും അതിൽ മാറ്റമൊന്നും വരുത്താറില്ല, ഇതുവരെ വരുത്തിയിട്ടില്ല. അതുപോലെ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഹോം സെക്രട്ടറിമാർ, ഇന്ത്യയുടെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ് മോഹൻ, അതുപോലെ തന്നെ ഗ്വാലാന മണി ദ്വാഡെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നേപ്പാളിന്റെ ഹോം സെക്രട്ടറി. ഇവർ രണ്ടുപേരും തമ്മിലാണ് ന്യൂഡൽഹിയിൽ ചർച്ച നടന്നത്. ഈ ചർച്ച വേറെ ഒന്നിനെ കുറിച്ചല്ല. സെപ്റ്റംബറിൽ നേപ്പാൾ പ്രൈം മിനിസ്റ്ററിന്റെ ഇന്ത്യ പര്യടനം, അതുപോലെ തന്നെ നവംബറിൽ മേ ബി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ നേപ്പാൾ പര്യടനം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഡിസ്കഷൻ ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ശരി തന്നെ, എന്താണോ നമ്മളുടെ നിലപാട് ആ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചൈനയുമായിട്ട് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കാണിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ കാണിക്കും. അങ്ങനെ അവർ കാണിക്കുമ്പോഴത്തേക്കും ഇന്ത്യ പെട്ടെന്ന് അകമഴിഞ്ഞങ്ങ് ഭയങ്കര ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു ഡൗട്ട് തോന്നും. ഇപ്പം തൊട്ടടുത്ത അയൽ രാജ്യത്തിനെ അങ്ങ് വളച്ചെടുത്തിട്ട് നമുക്കെതിരെ എന്തെങ്കിലും കുരുട്ടു ബുദ്ധികൾ വല്ലതും പണിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ചൈനയ്ക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഈ അയൽ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നേപ്പാൾ, മാൽഡീവ്സ് പോലത്തെ രാജ്യങ്ങളെയൊക്കെ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്താൻ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രിക്ക് നല്ല രീതിയിലുള്ള തിരിച്ചറിവ് ഈ വിഷയത്തിലുണ്ട്. അപ്പൊ എന്തായാലും അവർ ആ രീതിയിൽ തന്നെ പെരുമാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചൈന കടുംപിടുത്തം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. തൽക്കാലം ഇന്ത്യക്ക് ആ ഒരു അവസ്ഥ നല്ലതല്ല. ഇനി 2 നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അതില് 130 കിലോമീറ്റർ ദൈർഘ്യമുള്ള
ഒരു റോഡ് അത് ഈസ്റ്റേൺ ലഡാക്കിന്റെ ഭാഗത്ത് ദൗലത്ത് ബെൽ ഓൾഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ചൈനയ്ക്ക് പണി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. നെബ്ര വാലിയിൽ തുടങ്ങി ദൗലത്ത് ബെൽ ഓൾഡിയിൽ അവസാനിപ്പിക്കുന്നതാണ് ഈ 130 കിലോമീറ്റർ റോഡ്. ഇതിനു മുമ്പ് ഈ നെബ്ര വാലിയിൽ നിന്നും ദൗലത്ത് ബെൽ ഓൾഡിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ 255 കിലോമീറ്റർ സഞ്ചരിക്കണം. അതിന് പകരമാണ് ഇപ്പൊ ഷോർട്ട് കട്ടായിട്ട് ഒരു വഴി നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഏതാണ്ട് നേർ പകുതിയായിട്ട് കുറയുകയാണ് യാത്രാ സമയം. ഇത് ശരിക്കും ഇന്ത്യൻ ഭടന്മാരെ വളരെ എളുപ്പത്തിൽ തന്നെ ഈസ്റ്റേൺ ലഡാക്കിന്റെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു ക്വിക്ക് മാർഗമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. നമ്മൾ ചൈനയുമായിട്ട് പല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെയും ചൈന തീർച്ചയായിട്ടും ലഡാക്കിന്റെ ഭാഗത്ത് സ്റ്റാൻഡ് ഓഫ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു ബോർഡർ സ്റ്റാൻഡ് ഓഫ് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യ ചൈനയുമായിട്ട് ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നത്. അതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. കാരണം ഈ അക്സായ്ച്ചിന്റെ ഭാഗത്ത് ലഡാക്കിന്റെ ഏരിയയിൽ ഇന്നും ഇന്നലെ അല്ല ഈ പ്രശ്നവും സ്റ്റാൻഡ് ഓഫ് ഒക്കെ ഉള്ളത്. അത് കുറെ കാലങ്ങൾ കൊണ്ട് തന്നെ ഉണ്ട്. അതായത് ചൈനയും ഇന്ത്യയും ചേർന്ന് പെട്രോളിംഗ് നടത്തുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ള ഡീലിങ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചൈന മുന്നോട്ട് വെക്കുന്ന ആശയം അത് തന്നെയാണ്. കാരണം ഈ ഒരു ലഡാക്ക് മേഖലയിൽ നമ്മൾ പണ്ട് തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിംഗ് ഒക്കെ നടത്തി തന്നെയാണല്ലോ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോർഡറിൽ നിങ്ങളുണ്ട്, ഞങ്ങളുടെ ബോർഡറിൽ ഞങ്ങളുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമിച്ച് കയറാതിരുന്നാൽ പോരെ എന്നുള്ള വാദമാണ് ചൈന ഉയർത്തിക്കൊണ്ട് ഇത്രയും നാൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ആ ബോർഡർ പരിസരത്ത് അനധികൃതമായിട്ട് കൺസ്ട്രക്ഷൻസ് കൊണ്ടുവരുന്നതാണ് ഇന്ത്യ എപ്പോഴും തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മേഖലയിലൊക്കെ സാറ്റലൈറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിത്യേന പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പൊന്തി വരുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ ബോർഡറിന്റെ ഏരിയയിൽ അയൽ രാജ്യത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നും പാടില്ല എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര നിയമമാണത്, ഒരു ഗ്ലോബൽ ലോ ആണത്. അപ്പൊ ആ ലോ പാലിക്കാൻ ചൈന തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും വളരെ ശക്തമായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്കുള്ളിൽ 4 അൽ-ഖ്വയ്ദ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേരും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവരെല്ലാം തന്നെ ഒരു സിംഗിൾ കണക്ഷനിൽ, ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കോണ്ടാക്ട് പോയിന്റ് ആണ് ഈ 4 പേരെയും പിടികൂടാൻ വഴിയൊരുക്കിയത്. അതായത് ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കശ്മീർ മേഖലയിൽ 10 സ്ഥലങ്ങളിൽ, അതായത് ഫണ്ടിങ്, പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഫണ്ട് ഇന്ത്യക്കുള്ളിൽ കശ്മീരിന്റെ യുവാക്കളെ ലക്ഷ്യമിട്ട് ഫണ്ട് കടത്തിവിടുന്നതായിട്ടുള്ള വാർത്ത ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 4 പേരിൽ മുഹമ്മദ് ഫയാഖ് ഫ്രം ഡൽഹി, ഫർദീൻ ഫ്രം അഹമ്മദാബാദ്, സഫിയുള്ള ഫ്രം ആറവല്ലി, സീഷാൻ അലി നോയിഡ, ഈ 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരേപോലെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും സ്കെച്ച് ഇട്ട് കൃത്യമായിട്ട് പോയിട്ട് ഒരേപോലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരുത്തന് പോലും മെസ്സേജ് ഇടാൻ പറ്റത്തില്ല, എന്നെ അറസ്റ്റ് ചെയ്തു നീ മുങ്ങിക്കോ എന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കാതെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതായത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് ഇവരെല്ലാരും കൂടി ഗുജറാത്തിലേക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ 4 പേരെയും. NIA കീഴിലാണ് ഇനിയിപ്പോൾ ഇവർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇനി വീണ്ടും പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്ത്യക്കാരാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ബംഗ്ലാദേശി ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അസാമിലുള്ള ആൾക്കാരാണോ, ഇതൊന്നും തന്നെ ഇപ്പം നമുക്ക് വ്യക്തമല്ല. നിലവിലെ പ്രാഥമികമായിട്ട് വരുന്ന വിവരങ്ങൾ ഇതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.